ഫിനാൻഷ്യൽ പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് മാനസികാവസ്ഥ വന്നപ്പോ ഇനി ഒരാളോട് ഒരു 1000 രൂപ പോലും എനിക്കൊന്ന് ചോദിക്കാനില്ല എന്നുള്ള ഒരു ഹായ്, ഞാൻ ജോലിയ. നിങ്ങൾ ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും, എന്നാലും ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ട് സ്റ്റെക്കായി പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇനി അടുത്തൊരു സ്റ്റെപ്പ് എങ്ങനെ മുന്നോട്ട് വെക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ? ഞാൻ ഒരു മൂന്ന് മാസത്തോളായി ഏകദേശം ഒരു 3 മാസത്തോളായി എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നു പോകാൻ. കാരണം ഫിനാൻഷ്യലി ഉള്ള ക്രൈസിസ് നമുക്ക് എപ്പോഴാ വരിക, എങ്ങനെയാ വരിക, ഏത് കാരണം കൊണ്ടാണ് വരിക എന്ന് പോലും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കുണ്ടായ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 0 ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. എന്റെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ റിലേറ്റീവ്സിന്റെ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടും ഒക്കെ കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിന്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത കാര്യം കൂടിയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആയി ആ ബിസിനസ് നമ്മൾ കൊണ്ടുപോകുന്നു. അതിന്റെ ഇടയിൽ ഉണ്ടായ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ ഈ വീഡിയോ തന്നെ ചെയ്യാനുണ്ടായ പ്രേരിപ്പിച്ച ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ. കാരണം എന്താ വെച്ചാല്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഓഫീസൊക്കെ ഓപ്പൺ ആക്കി നല്ല രീതിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ക്രൈസിസ് വന്നത്. അപ്പൊ നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ് എനിക്കും ഉണ്ടായൊരു ക്രൈസിസ് എന്ന് പറഞ്ഞാല്. പക്ഷെ എനിക്കുണ്ടായ ഒരു വിഷയം എന്താ വെച്ചാൽ, എനിക്കൊരു ബാക്കപ്പ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തേണ്ട മൊത്തം ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എല്ലാം സ്റ്റെക്കായി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയാത്തൊരവസ്ഥയിൽ ഫുള്ള് നിന്നുപോയി. കാരണം നമ്മൾ വിചാരിച്ച ഒരു ലെവലിലേക്ക് ആ ബിസിനസ് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ സാഹചര്യങ്ങളോട് അതിന് അനുകൂലമായി വന്നല്ലോ. അപ്പൊ ആ സാഹചര്യങ്ങൾ അനുകൂലം അല്ലാണ്ട് വന്നപ്പോൾ മുന്നോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. ഓഫീസിലെ ബാധ്യതകൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ആളുകളിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഏതൊരു ബിസിനസ് ആണെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഒരു എമൗണ്ട് ഉണ്ടാവും. ഞാൻ 0 ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഓരോരുത്തരെ ഹെൽപ്പ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവം. എല്ലാവർക്കും ഇത് തിരിച്ചു കൊടുക്കണം, നമ്മൾ തിരിച്ചു. അപ്പൊ നമ്മളെ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തുടങ്ങി. പക്ഷെ വലിയൊരു ക്രൈസിസ് വന്ന് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് ഞാൻ ആകെ സ്റ്റെക്കായി വെച്ചാല്, എനിക്ക് ഓഫീസിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് കേട്ടോ കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. കാരണം തുടങ്ങാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളുകളാണ്. പിന്നെ ഇത് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്റ്റാർട്ടിങ് സ്ട്രഗിൾ ഒക്കെയാണ് ഇതിനുള്ള വിഷയം. നോർമൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതൊന്നുമല്ല ഞാൻ ഇവിടെ പറയാൻ പോണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ഫിനാൻഷ്യൽ പ്രശ്നം നമുക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് മാനസികാവസ്ഥകളുണ്ട്. എനിക്ക് ഈ ഓഫീസിന്റെ സ്റ്റെക്ക് വന്ന ആ സമയം തന്നെയാണ് ഏകദേശം ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിയ ക്യാഷുകളെല്ലാം തിരിച്ചു കൊടുക്കേണ്ട സമയം ഒരേ സമയത്താണ് വന്നത്. അപ്പോൾ എനിക്ക് തന്ന ആളുകൾ ഒരുപാട് എല്ലാ ആളുകളായിട്ടല്ല, നമ്മളോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് അവിടെ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അപ്പൊ ആ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യസ്ഥരാണ്. പക്ഷെ എങ്ങനെ എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിലാണ് ബിസിനസ്സും നിന്നൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും കൊടുക്കേണ്ട സമയം വന്നു. ഓരോരോ മാസവും EMI ആയിട്ടും അല്ലാണ്ടായിട്ടും ഒക്കെ ഒരുപാട് അടവുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പോകാനുണ്ടോ. അതൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ഓരോരോ ഭാഗത്തുനിന്ന് വാങ്ങി അത് ക്ലിയർ ചെയ്താലേ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫുൾ കംപ്ലീറ്റ് റോളിംഗ് ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നെ ഇതിനൊരു പരിധി ഉണ്ടല്ലോ, ഒരു റോളിംഗ് കിട്ടുന്നതിനൊരു, കാരണം നമുക്ക് സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, വാങ്ങാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോ ഇനി ഒരാളോട് ഒരു 1000 രൂപ പോലും എനിക്കൊന്ന് ചോദിക്കാനില്ല എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ എത്തി. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാല്, ഇതേ സിറ്റുവേഷനിൽ പോകുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ അനുഭവിച്ചത് ഇനി ഒരാൾക്ക് വരരുത്, ഇനി ആ ഒരു അവസ്ഥയിലൂടെ ഒരാൾ പോലും കടന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഫോൺ കോൾ എടുക്കാൻ പറ്റാണ്ട് ഒരാളെ കോളുകൾ എടുക്കുന്നില്ല. എല്ലാവർക്കും ക്യാഷ് കൊടുക്കാനുള്ള സമയം പലതും നാളെ നീട്ടി കൊണ്ടുപോകും. പക്ഷെ എങ്ങനെ അടുത്ത നാളെ കൊടുക്കും എന്നുള്ളതിൽ എത്താൻ പറ്റാതെ റോളിങ്ങിന് ഒരു പരിധി ഉണ്ട്. റോളിംഗ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഓഫീസിലേക്ക് വരാൻ പറ്റുന്നില്ല. ഈ ഫോണിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്ക്രോൾ ചെയ്യും, ഒരാളോട് നേരെ ചോദിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടി ഓഫീസിലേക്ക് വരാണ്ടായി. മൊത്തം എന്താ പറയാ, ഫുൾ നിരാശയായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഒന്നും ഒരു പോസിറ്റീവ് ഞാൻ കാണുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. കുട്ടികളടുത്ത് അധികം സംസാരിക്കാനായി. കുട്ടികൾക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്നെ ഉണ്ടാക്കി മാറ്റി നിർത്തും. പ്രശ്നമായിട്ട് അത് ഒറ്റയ്ക്ക് ഇരുന്നാൽ റെഡി ആവുന്ന രീതിയിൽ അവരെന്നെ വിട്ട്. ഇത് 1, 2, 3 മാസമായിട്ടും ഒരു മാറ്റമില്ല. മക്കൾക്ക് ആകെ ടെൻഷൻ ആയാലും എന്താണ് അവസ്ഥ, എനിക്കിത് ആരോട് എങ്ങനെ പറയണം എന്നറിയില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് കേട്ട് വിഷമിക്കല്ലോ എന്നുള്ള ടെൻഷൻ. അത് ചോദിക്കാനുള്ള ആൾക്കാർ ഓരോരുത്തരും ക്യാഷ് കൊടുക്കേണ്ടവർ ഓരോരുത്തർ വിളിക്കാൻ അവരുടെ മെസ്സേജ് ഒക്കെ ഇതിങ്ങനെ കാണുമ്പോൾ എന്താ ഞാൻ ചെയ്യാന്ന് ആലോചിച്ചിട്ട് കുറെ ഇരുന്ന് കരയും.
കുറെ ഇരുന്ന് കരയും, കുറെ ചിലപ്പോൾ ഈ ഉറങ്ങും. എനിക്കാണെങ്കിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ അലമ്പില്ല, ഞാനത് ഹയറായിട്ട് കാണുന്നുണ്ട്. കുറെ ഉറങ്ങും. അതുപോലെ തന്നെ ഭക്ഷണം ആവശ്യമില്ലാണ്ട് കഴിക്കും. എല്ലാ ആൾക്കാർക്കും ടെൻഷൻ വന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. ഞാൻ നേരെ തിരിച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുക, നല്ലോണം ഉറങ്ങുകയും ചെയ്യും. അതെല്ലാം വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇതിനൊന്നും നമുക്കൊരു ഒളിച്ചോടലല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഫോൺ മാറ്റി വെച്ചോണ്ടോ ഫോൺ എടുക്കാതിരുന്നോണ്ടോ ഒന്നും ഒരിക്കലും ഇതൊന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല, ഒളിച്ചോടാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് വരാണ്ടായി, കുട്ടികളെ അടുത്തുനിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് എന്റെ റൂമിൽ മാത്രം ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഞാൻ എത്തി. ഡിപ്രഷൻ ആണോ ഇതിന് പറയാൻ എനിക്കറിയില്ല. അതിലും വലിയ വേറെ എന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും പക്ഷേ. കാരണം ഒരു കോള് വരുമ്പോഴേക്കും എനിക്കിങ്ങനെ നെഞ്ഞത്തിന് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങും. പഠിച്ചോൻ ആരെയൊക്കെ ഓരോട് ഞാൻ എന്താ പറയാ, ഞാൻ ഒരു പൈസ എപ്പോൾ കൊടുക്കുന്നവർ, ഇങ്ങനെയുള്ള ഒരു ടെൻഷൻ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എനിക്ക് അലഹദില്ല സമാധാനം രാത്രിയായാലും. ഈ രാത്രി എനിക്ക് ആരും വിളിക്കില്ലല്ലോ, നാളെ നേരം വിളിക്കുന്നവരെ ആരെയും കോള് കാണണ്ടല്ലോ. എന്നാലും വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഓരോരുത്തരും മെസ്സേജ് കാണുമ്പോൾ പക്ഷേ എന്താ ചെയ്യാം. പക്ഷെ ഈ തന്നവർ അത്രയും, കാരണം അവരെന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അവരെ കയ്യിൽ ഒരുപാട് ഉണ്ടായിട്ട് സഹായിച്ച ആളുകളൊന്നല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, എന്റെ ഫാമിലിയിലുള്ള ആളുകളാണ്, എന്റെ റിലേറ്റീവ്സിലുള്ള ആളുകളാണ് ഒക്കെ. കാരണം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റിയത്. പക്ഷെ അപ്പൊ അവർക്ക് എനിക്ക് അത് സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ, വേറെ ഞങ്ങളെ ഇടയിലുള്ള ബന്ധം ഇല്ലാണ്ടായി പോവോ, ഞാൻ കാരണം ഈ ബന്ധം, നല്ലൊരു ബന്ധം നഷ്ടപ്പെട്ടു പോവോ, ഇങ്ങനെയുള്ള ടെൻഷൻ മനസ്സിൽ കയറിയിട്ട് എനിക്ക് എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി. എല്ലാത്തിനും ഒരു മാറി. വീട്ടിലേക്ക് പോലും ഉമ്മനെ കാണാൻ പോകില്ല, പുറത്തേക്ക് ഇറങ്ങൂല, ഒരാളെ മീറ്റ് ചെയ്യൂല, ഒരാൾ സംസാരിച്ചാൽ അവരെ ഫോണ് വന്നാൽ എടുക്കൂല, വാട്സാപ്പ് മെസ്സേജ് നോക്കൂല. ഇങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ ആയിപ്പോയി ഞാൻ കടന്നു പോകുന്നു. ആരോടും ഇങ്ങനെ മിണ്ടാതിരുന്ന അത്രയും നല്ല. മിണ്ടി കഴിഞ്ഞാൽ എനിക്കത് പക്ഷെ ദേഷ്യമായിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്, സങ്കടം ദേഷ്യമായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഓവർ തിങ്കിങ് ഇങ്ങനെ മനസ്സിൽ കയറിയിട്ട് ഒരു സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഇങ്ങനെ നിസ്കരിക്കും, നമ്മൾ ഓരോ വിശ്വാസത്തിന്റെ ഇതിലാണ് നമ്മൾ നിസ്കരിക്കും, പഠിച്ചവനോട് ഇങ്ങനെ പറയും, കുറെ കരയും. പഠിച്ചവന് മുന്നിൽ ഒരാളോട് എനിക്കിതൊന്നും തുറന്ന് പറയാൻ പോലും പറ്റില്ല. ഒരു ദിവസം മക്കൾ ഇങ്ങനെ ചോദിച്ചു എന്താണ് പ്രശ്നം ചോദിച്ചോ, മക്കളോട് കാര്യങ്ങൾ ഞാൻ, കാരണം ചെറിയ മക്കളായിട്ട് ഇവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്താണെന്ന് മനസ്സിലാവുക എന്നല്ലാണ്ട് അവർക്ക് ഇതിന്റെ സൊല്യൂഷൻ ഒന്നും ഒരു കയ്യിലില്ല. എന്നാലും വേണ്ടിയില്ല, മനസ്സിന് സമാധാനം കിട്ടട്ടെ എന്ന് വെച്ചാൽ ഞാനത് എന്താക്കി, അവരുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു. എനിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എന്താക്കുന്നു ഒന്നും എനിക്ക് ഇനി അറിയാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അപ്പൊ ഞാൻ രാത്രി ഇത് പറഞ്ഞ് കുറെ കരഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ ഇങ്ങനെ കിടന്നു. രാത്രി കിടന്ന് രാവിലെ ഇതുപോലെ എണീറ്റ് വീണ്ടും ഞാൻ ഇങ്ങനെ കിടന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക്, നമ്മൾ ഏറ്റവും കയത്തിൽ ആഴം നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പിടിവള്ളി നമ്മൾ മുന്നിലേക്ക് വരും എന്ന് പറയുന്ന പോലെയാണ്. ഒരു പക്ഷെ നമ്മളെ ചിന്തകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരാൾ വഴിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അത്ഭുതം വെച്ചാൽ എനിക്കൊരു തോട്ട്സ് വന്നതാണ്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ എത്ര കാലം ഞാനിങ്ങനെ ഒളിച്ചിരിക്കും, എത്ര കാലം ഞാൻ ഓഫീസിൽ പോകാതിരിക്കും, എത്ര കാലം ഒരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങാണ്ട് ഞാൻ ഇങ്ങനെ എത്ര സ്റ്റെക്കായിരിക്കും. ഇങ്ങനെ ഞാൻ ഇരുന്നാൽ പോരാ, എനിക്ക് കൊടുക്കാനുള്ള എല്ലാ ആളുകളോടും ഞാൻ കാര്യം പറയും. നാളെ എന്ന് പറയുന്നതിന് അപ്പുറം ഞാൻ അവരോട് കാര്യം, എന്റെ അവസ്ഥകൾ പറഞ്ഞിട്ട് ഞാൻ സമയം വാങ്ങിക്കുക. ഇതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഞാൻ ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു തോന്നൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന. പക്ഷേ നമ്മളെ പ്രാർത്ഥനയ്ക്ക് അതിന്റെ ഒരു വഴിയുള്ള തന്നെ പല രീതികളിലായിരിക്കും. അപ്പൊ എനിക്ക് തന്നൊരു രീതി എന്ന് പറയുന്നത് ഈ ഒരു തോട്ട്സ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത്, ആ പുലർച്ചെ സമയത്ത് വരെ ഞാൻ ഈ ആളുകൾക്ക് മെസ്സേജ്, കാരണം വിളിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സെനിക്ക് നേരിട്ടുള്ളവർ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താ ഞാൻ അവരെ കോള് കാണുമ്പോൾ ഇങ്ങനെ ടെൻഷൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ ഞാൻ ഈ കോൾ എടുക്കാതിരുന്ന അവരെന്ത് വിചാരിക്കുന്നുള്ള ടെൻഷൻ വേറെ. പക്ഷെ എടുത്ത് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് ഞാൻ വിചാരിച്ചു എല്ലാ ആളുകളോടും എന്റെ അവസ്ഥയെ കുറിച്ച് കാര്യം പറയാം. എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇത് ബിസിനസ് നല്ല മുന്നോട്ട് കൊണ്ടുപോകാണ്ട് എനിക്കൊരു വരുമാനം വരികയില്ല എന്ന് എനിക്ക് ബോധ്യം. കാരണം ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാവർക്കും അപ്പൊ തന്നെ ഇരുന്ന് കണ്ടിട്ട് വോയിസ് കൊടുത്തു. എനിക്കൊരു പുലർച്ചെ ഒരു 4 മണി സമയത്ത് എങ്ങാനോ 4:30 എങ്ങാനോ 4:00 ഉള്ളിലാണ് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ എന്റെ അവസ്ഥ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് സമയം വേണമെന്നാണ് വോയിസ് കൊടുത്തു. എല്ലാവരും കേട്ടു. ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞു സാധനമിടും, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ഓക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കി, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും, എന്തെങ്കിലും ഒരു വഴി ഇല്ലാതിരിക്കില്ലല്ലോ എന്ന് സമാധാനം വെച്ചു. ചില ആളുകൾ ഒന്നും റിപ്ലൈ തന്നില്ല. കാരണം റിപ്ലൈ തരാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അവർക്ക് ഓക്കെ എന്ന് പറയണമെങ്കിൽ അവരുടെ സാഹചര്യം ഓക്കെ അല്ല. കാരണം അവർ ഇത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. ഇത് കിട്ടിയാൽ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ഇതൊക്കെ എനിക്ക് ഓർമ്മ. ചിലരൊന്നും മിണ്ടാതെ കേട്ടവർ മാത്രമുണ്ട്. എന്നാലും അവരെന്നോട് ഇതുവരെ ഒരാൾ പോലും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക ഒന്നും ഒരാൾ ചെയ്തിട്ടില്ല. എനിക്ക് അവരോടൊന്നും ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത നന്ദി എന്റെ ലൈഫ് ടൈം ഞാൻ എന്റെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. ഒരിക്കലും എനിക്കത് എന്താ പറയാ മറക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എല്ലാവർക്കും വോയിസ് കൊടുത്ത്, ചിലരൊക്കെ മറുപടി തന്നു, ചിലർ മിണ്ടാതിരുന്നു, ചിലരൊക്കെ നോക്കിയല്ലേ കുറച്ച് ദിവസം സമയം തരാൻ എത്ര എനിക്ക് പറ്റുള്ളൂ എന്റെ സാഹചര്യം. അങ്ങനെ പല പല അവസ്ഥകളിലും, കാരണം 1-2 ആളല്ലല്ലോ, കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എല്ലാവരോടും ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ഒരു ഇത് പറഞ്ഞു ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു സുഖമുണ്ട്. കാരണം ഇനി എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് ചെയ്യണം, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഓഫീസിലേക്ക് പോയി തുടങ്ങണം. അങ്ങനെ ഞാൻ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തിയ മുതൽ ഞാൻ എന്താക്കി ഓഫീസിലേക്ക് വരാൻ തുടങ്ങി.
ഒന്നും തീർന്നിട്ടല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം ശരിയായിട്ടില്ല, എല്ലാം അവിടെ തന്നെ കിടക്കുക. ഒരു കാര്യം ഒന്നും ഒരു ചേഞ്ച് വന്നിട്ടല്ല, പക്ഷെ എല്ലാം അവിടെ കിടക്കുകയാണ്. ആകെ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മൈൻഡിനെ നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് മുന്നോട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് ഇതിനെ കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ തീർക്കാനും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു ബോധ്യം നമ്മളെ ഉള്ളിൽ ആദ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റൂ, ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന വെച്ചാൽ ഈ പ്രശ്നങ്ങൾ കൂടാന്നല്ലാതെ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കടന്നു പോകുന്ന ആരുണ്ടെങ്കിലും എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഒരൊറ്റ തവണ ഒന്ന് റേറ്റിംഗ് ചെയ്താൽ മതി. ഈ പ്രശ്നം നമ്മളത് മാത്രമാണ്, അത് ക്ലിയർ ചെയ്യേണ്ട ആൾ നമ്മൾ മാത്രമാണ്. ഇന്ന് നമ്മൾ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാരണം നെഞ്ചുവേദന വരെ എനിക്ക് നെഞ്ചുവേദന വന്നു, പല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബാധിക്കുക എന്റെ മക്കൾക്കാണ്, അല്ലെ എന്റെ ഫാമിലിക്കാണ്. നമ്മൾ മറ്റൊരാൾക്ക് ബാധ്യത ആവുന്നതിനേക്കാളും നല്ലത് ആ ഉള്ള സമയം നമ്മൾ അതിനെ മാറ്റി ചിന്തിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക. നമ്മൾ തളർന്നിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇത് ഈ ഒരു മെസ്സേജ് വലിയ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായിട്ടാണ്. ഇതുപോലെ തകർന്ന ആളുകൾ ആരെങ്കിലും വീഡിയോ കാണണ്ടേ, എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഒരിക്കലും നമ്മൾ തളർന്നിരിക്കുന്നതിന് പകരം എണീറ്റ് വരിക. എണീറ്റ് വന്നിട്ട് എന്താ ഇതിന്റെ സൊല്യൂഷൻ, ഇല്ലെങ്കിൽ നമുക്കൊരു മുറുക്കാങ്കടാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനുള്ളത് ഉണ്ടെങ്കിൽ അത് തുറന്നു വെക്കുക. കാരണം നമുക്ക് 10 രൂപ കിട്ടിയ ഒന്നുമില്ല, അന്നത്തെ വീട്ടിലെ ചെലവിലെങ്കിലും നമുക്ക് 10 രൂപ കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കാം. പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മൾ മാറി നിന്നത് കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തുക, മുന്നോട്ട് പൊരുതി നേടുക എന്നല്ലാതെ ഒരിക്കലും നമുക്ക് എന്താ പറ്റില്ല, സക്സസ് ആകാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഈ ഇരിക്കുന്നത്, ഇപ്പൊ ഞാനിതാ വീണ്ടും ഓഫീസിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ വരെ ചെയ്യാനുണ്ടായ കാരണം വെച്ചാൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഇതാരെയും തോൽപ്പിക്കാനോ ആരെടുത്തും തോറ്റു കൊടുക്കാനോ ഒന്നല്ല കേട്ടോ, പക്ഷെ ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് പഠിച്ചോണ്ട് തന്നെ തന്ന ഒരൊറ്റ തോട്ട്സിന്റെ പുറത്താണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, പഠിച്ചോണ്ട് എനിക്ക് തന്നത് ആ ഒരു തോട്ട്സ് രീതിയിലാണ് എനിക്ക് ഇതിന്റെ ഒരു മാറ്റത്തിന്, ഒരു ചേഞ്ചിന് ആ ഒരു തോട്ട്സ് ആണ് എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നിൽക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു റൂമിൽ ഒതുങ്ങി കൂടാനാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ ലൈഫ് ടൈം നമ്മൾ അവിടെ നിന്ന് പോയുള്ളൂ. ആരിങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവിടെ തളർന്നു നിൽക്കല്ല. ആർക്ക് കൊടുക്കാനുണ്ടോ അവരോട് കാര്യം പറയാം. ഏതൊരു മനുഷ്യൻ നമ്മൾ സമയം തരാതിരിക്കില്ല, ആരും നമ്മൾ കയ്യിൽ വെച്ചിട്ട് ആർക്കും കൊടുക്കാതിരിക്കുക, മനഃപൂർവ്വം പറ്റിക്കുകയല്ലല്ലോ, അങ്ങനെയുള്ള ആണെങ്കിൽ ഓക്കെ. അല്ലാത്ത ഒരാൾക്ക് നമ്മളെ നിസ്സാഹാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവാത്ത മനുഷ്യന്മാർ ആരും ഇന്ന് ലോകത്തില്ല. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആരുണ്ടെങ്കിലും ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ആർക്കും പറ്റും. നമ്മൾ തോറ്റു കൊടുക്കാനല്ല നിൽക്കേണ്ടത്, പിടിച്ച് മുന്നോട്ട് കയറി പോരാനാണ് നമ്മൾ വഴി കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏത് പ്രതിസന്ധി ആവട്ടെ അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരുപാട് വഴികൾ തുറന്നു വരും.